നമുക്ക് അവധിക്കാലം അടിച്ചു പൊളിക്കാൻ ഒരു പൊന്മുടി യാത്ര പോയാലോ? പൊന്മുടി കയറുന്നതിന് മുമ്പ് ഒരു വെള്ളച്ചാട്ടമുണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ പോവാം. അങ്ങോട്ട് പിന്നെ വണ്ടി പോകത്തില്ല, കുറച്ച് ദൂരെ വണ്ടി പോകത്തുള്ളൂ. പിന്നെ 1.5 കിലോമീറ്റർ നടന്ന് വേണം അവിടെ എത്താനായിട്ട്. 1.5 കിലോമീറ്റർ എന്ന് വെച്ചാൽ നിരപ്പ് റോഡൊന്നും അല്ല, മൊത്തം കുണ്ടും കുഴിയും മലയും കയറണം, പാറയുടെ മേളിൽ കൂടെയൊക്കെ ചാടിയൊക്കെ കയറണം അവിടെ എത്തണമെങ്കിൽ. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള വഴികളാണ് അത്. ആദ്യം കുറേ ദൂരമൊക്കെ നല്ല വഴികളൊക്കെ ആയിരുന്നു, നടക്കാനൊക്കെ സുഖമായിരുന്നു. അന്നേരം കരുതി അങ്ങ് വരെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. പിന്നെ അവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ ഇടയ്ക്ക് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുറേ സ്ഥലങ്ങളിലൊക്കെ സ്റ്റെപ്പ് വെട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് അവസാനം വെള്ളച്ചാട്ടം വരെ എത്തി. അവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നടന്ന്. വെള്ളച്ചാട്ടത്തിൽ എത്തുന്നിടം പോലുള്ള സുഖം കണക്കല്ല തിരിച്ച് നടക്കുന്നത്. തിരിച്ച് നടക്കുന്ന അതിനെയും കാട്ടി ഭയങ്കര പാടുള്ള പരിപാടിയാണ്. വെള്ളച്ചാട്ടം കാണാനുള്ള ആകാംക്ഷയിൽ അതൊന്നും ശ്രദ്ധിക്കാതെ കയറിയങ്ങ് പോയി. പക്ഷെ തിരിച്ച് വരാൻ നേരമാണ് ഈ ബുദ്ധിമുട്ട് അറിയുന്നത്. ഭയങ്കര കഷ്ടപ്പാടാണ്. അങ്ങോട്ട് നടന്നപ്പോൾ തന്നെ കാലിൻ്റെ മസിലൊക്കെ പിടിച്ച് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. അങ്ങോട്ട് നമുക്ക് എങ്ങനെയും കുന്ന് കയറി പോകാമല്ലോ, ഇറങ്ങുന്ന കാര്യമല്ലേ പാട്. ഈ വെള്ളച്ചാട്ടം കഴിഞ്ഞ് കുറേ ദൂരം തിരിച്ച് നടന്ന് വരുമ്പോഴത്തേക്കും അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആ ഒരു ഭാഗത്ത് മാത്രമേ കുളിക്കാൻ പറ്റത്തുള്ളൂ, വേറെ എങ്ങും കുളിക്കാൻ അവർ സമ്മതിക്കത്തില്ല. ചില സ്ഥലമൊക്കെ നല്ല ഒഴുക്കും വലിയ വലിയ കല്ലുകളും ചെറിയ കുഴികളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ അങ്ങ് അവർ കുളിക്കാനോ ഇറങ്ങാനോ സമ്മതിക്കത്തില്ല. തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഒരു കുഞ്ഞി വെള്ളച്ചാട്ടം കണ്ട് അവിടെ പോയി മുഖമൊക്കെ കഴുകി വിയർത്ത് കുളിച്ചാണ് തിരിച്ചിറങ്ങി വന്നത്. അങ്ങനെ ഇച്ചിരി ക്ഷീണം മാറ്റിയിട്ടാണ് പിന്നെ അടുത്ത് കുളിക്കാനായിട്ട് ഇറങ്ങിയത്. നല്ല തണുപ്പുള്ള വെള്ളമായിട്ടാണ് അവിടെ, കുളിക്കാൻ നല്ല സുഖമാണ്. ഞങ്ങൾ രാവിലെ മല കയറാൻ തുടങ്ങിയതാണ്. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഉച്ചയായി. എന്നാൽ ഈ പൊള്ളുന്ന വെയിലത്തായാലും നല്ല തണുത്ത വെള്ളമാണ്, ഐസ് കട്ട കണക്കാണ് തണുത്ത വെള്ളം. 4:30 കഴിഞ്ഞാൽ പിന്നെ പൊന്മുടിയിലേക്കുള്ള വണ്ടികളൊന്നും ഇങ്ങോട്ട് വിടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാ ഞങ്ങൾ വന്ന വണ്ടി. കുളിയെല്ലാം കഴിഞ്ഞ് വണ്ടി കയറി തിരിച്ച് പൊന്മുടിയിലേക്കുള്ള യാത്ര. പൊന്മുടിക്ക് പോകാൻ നേരം തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ബ്ലോക്കായി. അവിടെ ടിക്കറ്റ് എടുക്കണമായിരുന്നു. അന്നേരം അവിടെ ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പയ്യെ ഞങ്ങൾ മേലോട്ട് പോകുന്നതനുസരിച്ച് അവിടെ സൈഡിൽ കൂടെ നമ്മൾ കാണാൻ പറ്റും മഞ്ഞ് മൂടി കിടക്കുന്നത്. വണ്ടിയുടെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. ഭാഗങ്ങളെല്ലാം നല്ല മലയും കാടുകളും. ഞങ്ങൾ കുറേ ദൂരം പോയി ഒരു 3-4 വളവെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പിടിക്കാൻ തുടങ്ങി. മഴ ചാറ്റൽ തുടങ്ങിയിട്ടുണ്ട്. മല കയറുന്നതനുസരിച്ച് മഴ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തു വന്നാലും കുഴപ്പമില്ല, മഴയാണെങ്കിൽ മഴ. ഞങ്ങൾ അങ്ങ് അറ്റം വരെ പോയിട്ടേ അടങ്ങത്തുള്ളൂ. നല്ല രസം, കാണാനും നല്ല ഭംഗിയുണ്ട്. മഴയും കൂടി വണ്ടിയൊക്കെ കൂടുതലായി. വണ്ടിയൊക്കെ കൂടി വരും അങ്ങോട്ട് പോകുന്നതനുസരിച്ച്. എത്താറായപ്പോഴത്തേക്കും അവിടെ കടകളും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്കായി. ബ്ലോക്ക് കാരണം അങ്ങോട്ട് വണ്ടി വിടത്തില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങി നടക്കാൻ തുടങ്ങി. നടക്കുന്നതനുസരിച്ച് മഞ്ഞ് കൂടി വരിക. നമ്മളൊരു കുറച്ച് ദൂരം മുമ്പേ നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റാത്ത രീതിയിലെ മൂടൽ മഞ്ഞ്. അടിപൊളി രസം, പക്ഷേ തണുപ്പില്ല. മഞ്ഞൊക്കെ അല്ലേ, ഭയങ്കര തണുപ്പ് വേണമെന്നെങ്കിൽ ഞാനിവിടുന്ന് കോട്ടൊക്കെ കൊണ്ടുപോയി. അവിടെ പോയി കോട്ടിടുമ്പോൾ ഭയങ്കര ചൂടാണ്. അവസാനം കോട്ട് തോളൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടൊക്കെ നടക്കുക. ഞങ്ങൾക്ക് എല്ലാ ഭാഗത്തും പോകാൻ പറ്റിയില്ല. അങ്ങനൊരു പണി കൂടെ ഞങ്ങൾക്ക് കിട്ടി അവിടെ വെച്ച്. പണിയെന്ന് പറഞ്ഞാൽ 8ൻ്റെ പണി. ഞങ്ങൾ ഈ മല അങ്ങോട്ട് കയറി നടന്ന് മേളിലെത്തിയപ്പം പേരും മഴ അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടി. എവിടെ കയറാനാ? ചെറിയൊരു ടെൻ്റ് കണക്ക് ഉള്ളിടത്ത് തന്നെ തിങ്ങി നിറഞ്ഞ ആൾക്കാരായിരുന്നു. അവിടെ ആൾക്കാരെല്ലാം കൂടി നിന്ന് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ അവസാനം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്.